മോളെ മീനാക്ഷി, മോളെ, എന്റെ പൊന്നു മോളി വാതിൽ അങ്ങോട്ട് തുറ. ദേഷ്യപ്പെട്ടത് വേറെ ആരും അല്ലല്ലോ, കുഞ്ഞിന്റെ ചേട്ടച്ചനല്ലേ. അതിനിങ്ങനെ അങ്ങോട്ട് പിണങ്ങിയാലെങ്ങനെ? വാതിൽ തുറക്കാൻ. മോളെ മീനാക്ഷി, ഒന്നും മിണ്ടുന്നില്ലല്ലോ. മീനാക്ഷി, മീനാക്ഷി, അയ്യോ, അയ്യോ, പറഞ്ഞ പോലെ എന്ത് കോലമായത്! എന്റെ ദൈവമേ, എങ്ങനത്തെ മുടിയായിരുന്നു അത്! മുഴുവൻ വെട്ടിമുറിച്ച് കളയേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ പോട്ടെ, മോൾ എന്തിനാ ഉണ്ണിക്കുഞ്ഞിനെ എങ്ങനെ വിഷമിപ്പിക്കുന്നേ? ആ മനസ്സ് നേരെ ദൈവം പൊറുക്കത്തില്ല മോളെ. അത്രയ്ക്ക് കഷ്ടപ്പെട്ടാ മോളെ ഈ നിലയിലാക്കിയത്. മോളെ ക്ഷമിക്കണേന്ന് ചേട്ടച്ചനോട് പോയി പറ. എഴുന്നേക്ക്, വന്നാട്ടെ. അയ്യോ, എന്നെ തല്ലിയ ഞാൻ സഹിക്കും, പക്ഷെ എടി നിന്റെ ദേഹത്തോടുന്ന ചോര ഉണ്ടല്ലോ, ചോര അത് ഇവരുടെ അറിയോ? ഇവരുടെ പാലാ. തള്ളയെ കൊന്നില്ലേ, ഇനി പാല് കൊല്ലേ. ഇവിടെ എന്റെ കാര്യമല്ല. ചെല്ലി ചെല്ലേ, നിന്റെ നിർമ്മല ചേട്ടത്തില്ലേ, അവരുടെ അടുത്തില്ലേ, ഇനി നിന്റെ കാര്യം അവര് നോക്കിക്കോളും. പക്ഷെ നീ മറക്കരുത്, എന്റെ ജീവിതമാണ് ഞാൻ നിനക്കത്. ചേട്ടച്ചൻ ആർക്കും വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല. ചേട്ടച്ചൻ ജീവിച്ചത് ചേട്ടച്ചന് വേണ്ടി തന്നെയാ. നോക്കിക്കൊല്ലണ്ട, എണ്ണി ഞാൻ പറഞ്ഞു തരാം. അവനവന്റെ അന്തസ്സിന്റെ അഭിമാനത്തിന്റെയും പേരും പറഞ്ഞല്ലേ എന്റെ അച്ഛൻ ഇവിടെ ഇറക്കി വിട്ടത്. ഒരു പെണ്ണിനെ മോഹിപ്പിച്ചിട്ട് ചേട്ടച്ചന് വലിയ ത്യാഗിയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു. അതിന് എന്റെ പേരും പറഞ്ഞ് അവരെ കൈയൊഴിഞ്ഞു. ഇന്നേ വരെ ചേട്ടച്ചൻ പിന്നെ അവരെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ചേട്ടച്ചൻ അറിയില്ലെങ്കിലും എനിക്കറിയാം. അവരിപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. വലിയമ്മയും ചേട്ടത്തിയെ മോശക്കാരാക്കിയിട്ട് നാട്ടുകാരുടെ സിമ്പതി ചേട്ടച്ചന് നേടണമായിരുന്നു. അതിനാ ചേട്ടച്ചൻ എന്നെ വളർത്തിയത്. ചേട്ടച്ചൻ ഇതൊക്കെ കേൾക്കാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. ചേച്ചി, ഇത് നമ്മുടെ മീനാക്ഷി അല്ല, അവൾ എന്നോട് ഇങ്ങനെ പറയത്തില്ല. മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാനൊക്കും? സത്യം പറഞ്ഞ ചേട്ടത്തി, എനിക്കിപ്പോ അങ്ങോട്ട് പോണോന്നേ തോന്നില്ല. വെറുത്തു, ശരിക്കും മടുത്തു ഞാൻ. കല്യാണം കഴിക്കാൻ പറ്റാത്തതിലും പിന്നെ ഉദ്യോഗത്തിന് പോകാൻ കഴിയാത്തതിലും എത്രയായാലും ഫ്രസ്ട്രേഷൻ ഇല്ലാതിരിക്കോ? പിന്നെ എന്നോടുള്ള ദേഷ്യം ഉണ്ടെന്ന് കൂട്ടിക്കോ. ഇതിനൊക്കെ ഞാനെന്ത് വേണം? എന്നെ എന്തിനാ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നേ? നോ, ഐ വാണ്ട് അലോ ഇറ്റ്. എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും. അന്ന് പോയതാ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. കഴിഞ്ഞ ശനിയും ഞായറും ഒക്കെ വരുമെന്ന് കരുതി. വാശിക്കു വാശി, ആരും വിട്ടുകൊടുക്കരുത്. ഇടോ, തന്റെ ഈ നരച്ച തലയൊന്ന് കുനിഞ്ഞെന്ന് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഈ ഞായറാഴ്ച അവള് വരും, എനിക്കറിയാം. അതെന്ത് ഗണിതശാസ്ത്രമാണ്? അന്നുള്ള പറഞ്ഞാളാ, വരണം. ഏതായാലും ചേട്ടത്തിന് അവിടെ വരെ ഒന്ന് പോണം, അതാ നല്ലത്. പിറന്നാളിനെ വിളിക്കാതെ അവള് വരണം. വരും സാറേ, വരും. എനിക്കറിയാം വരുമെന്ന്. ഞായറാഴ്ച ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യ ഉണ്ടാ സാറുവാ, അവളുണ്ടാവും. ഡോക്ടർ മാത്തച്ചൻ എന്ന് പറയുന്ന കാപ്പി കുടിച്ചിട്ട് പോയാ പോലെ, ഞാൻ അങ്ങോട്ട് വരാം. പോട്ടെ, ഡിന്നർ കഴിഞ്ഞിട്ട് പോയാ മതി. വലിയ കേക്ക് വേണ്ടേ? അയ്യേ, പൈനാപ്പിൾ കേക്കാ. എല്ലാരും കൂടെ കൊടുക്കും. താങ്ക് യു. നമുക്ക് എന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം. വരൂന്നേ. ഏയ്, ഇതെന്റെ വല്യേട്ടനാണ്. ഹലോ. വല്യേട്ടന് റീസ അറിയില്ലേ? അറിയില്ലേ? ഇത് മഞ്ജു. ഹലോ. സിന്ധു. ഹായ്. ഇത് സുമ. ഹലോ. ആൻഡ് സുധ.
സിറ്റി ഹോസ്പിറ്റലാ. എന്നാ നിങ്ങൾ സംസാരിക്കേ, ഞാനിവിടെ ഒന്നും ശരിയാവില്ല. ഞാനിപ്പോ വരാം. ശരി. എനിക്ക് തോന്നി നീ വരുമെന്ന്. പ്രസാദാണ്, അവളെ തൊടിയിക്കണം. ഞാൻ പ്രാർത്ഥിച്ചോളാം. അവള് നിന്റെ അടുത്തേക്ക് തന്നെ വരും. നീ പോയിക്കോ. ഇന്ന് മീനാക്ഷിയുടെ പിറന്നാൾ മാത്രമല്ല, നമ്മുടെ അമ്മ മരിച്ച ദിവസം കൂടാ. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഒരുത്തിക്കെങ്കിലും കൂസലുണ്ടോ നോക്കിക്കേ. ഈ 5 എണ്ണത്തിനെയും ഈ നിമിഷം കൊണ്ടുപോക്കണം. അറ്റ് ദിസ് വെരി മൂമെന്റ് ടേക്ക് അവേ ഫ്രം ഹിയർ. കുറച്ച് നാളായി ഞാൻ വാച്ച് ചെയ്യുന്നു. ഇവരുടെ പോക്ക് ശരിയല്ല. ലേറ്റ് ആയിട്ട് ഇവിടെ കയറി വന്നിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ വാൺ ചെയ്തിട്ടുണ്ട്. ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതി പലതും ഞാൻ കണ്ടില്ലാന്ന് വെച്ചിട്ടുണ്ട്. ബട്ട് യെസ്റ്റർഡേ ഇറ്റ് വാസ് ദാറ്റ് മച്ച് എക്സ്ട്രീം. മെസ്സുകളിൽ ഇന്നലെ എന്തായിരുന്നു ബഹളം? ലെക്കും ലഗാനും ഇല്ലാതെ എന്താ അഴിഞ്ഞാട്ടായിരുന്നോ? ഇപ്പോഴൊന്നും ഓർമ്മയുണ്ടാവില്ല. എന്താ ഇവിടുമാര് വിചാരിച്ചിരിക്കുന്നേ? എന്തോ ആകാമെന്നോ? അതൊക്കെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോയിക്കോ. കൊണ്ടുപോയി കുറച്ചുകൂടെ ഓമനിച്ച് വളർത്ത്. ഇവിടെ വെച്ച് വേണ്ട. ഒരക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. പലപ്പോഴും നാവ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. തല്ലാനും ഗുണദോഷിക്കാനും ഞാൻ ആരുമല്ലല്ലോ. അങ്ങനെയൊന്നും പറയരുത്. അതൊരു കെട്ട ജന്മ. നന്നാവില്ല വാര്യർ സാറേ, നന്നാവില്ല. എനിക്കറിയാം. കുറച്ചു ദിവസം കഴിയട്ടെ, ഞാനൊന്ന് കണ്ട് സംസാരിക്കാം. ചിലപ്പോ ഒരു നല്ല വാക്കുകൊണ്ട് മനസ്സങ്ങ് മാറും. ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയാ, എന്ത് ലാളിച്ചു. ഇപ്പോഴെനിക്ക് കുതിർന്നിട്ടില്ല. കല്യാണം കഴിച്ച് അവനവന്റെ പിള്ളേരെ വളർത്തിയിരുന്നെങ്കിൽ ഈ പേര് ദോഷം വരുമായിരുന്നു. എനിക്ക് അവൾ ജീവന് ജീവൻ. കുളിരും പനിയായിട്ട് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട. ഒന്നി വീട്ടിലോട്ട് വാ, അല്ലെങ്കിൽ വാരിഷാട്ടിന് അങ്ങോട്ട് ചെല്ല്. ഞാൻ ശിവൻകുട്ടിയെ പറഞ്ഞേച്ച് മീനാക്ഷിയെ വിളിപ്പിക്കട്ടെ. വേണ്ട, ഈ വെള്ളം അങ്ങോട്ട് കുടിച്ചാട്ടെ. ചേട്ടത്തിന്റെ ഓരോ കടുംപിടുത്തവും വാശിയും കാരണം എന്തോന്നാ കുന്തം. ആ മീരക്കൊച്ചിന്റെ കണ്ണീരും ദുഃഖവുമാ. അതായി ഇവിടെ കിടന്ന് ഉരുവുന്നത്. അന്ന് അതിനെ കൂടെ വിളിച്ച് താമസിപ്പിച്ചിരുന്നെങ്കിൽ അപ്പൊ മീനാക്ഷി മീനാക്ഷി എന്ന് പറഞ്ഞ് ചാവാൻ തുടങ്ങി. എന്നിട്ടിപ്പോ മീനാക്ഷി എവിടെ? അല്ല പിന്നെ പറയാതെ. ആ മീരക്കൊച്ചി ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മീനാക്ഷി പറഞ്ഞത് നേരാണോ? എനിക്കറിയില്ല. ഓ, എന്നാ പോയെന്ന് അറിയരുതോ? എന്തോ ചോദിച്ചാലും കുന്തം വിഴുങ്ങി ഇവിടെ നിൽക്കും. കല്യാണക്കാര്യം ചോദിച്ചാ അവക്ക് ഇപ്പോഴും ചെവി കേക്കില്ല. പുസ്തകത്തിലോട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും. ഉണ്ണികൃഷ്ണനൊരു മോളുണ്ടല്ലോ, എന്താ അവളുടെ പേര്? മീനാക്ഷി. ആ കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? കല്യാണം കഴിക്കാൻ തിരക്ക് കൂട്ടേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. കല്യാണം എന്നൊക്കെ പറയുന്നൊരു യോഗമാ മോനെ. മീനാക്ഷിയെ കൂടെ കൊണ്ടുവരായിരുന്നു. ഈ വരവ് അവൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാ സമ്മതിക്കില്ല അല്ലേ? അതുകൊണ്ടല്ല. മീനാക്ഷി ഒരുപാട് മാറിപ്പോയി. മീരയിൽ നിന്ന് എന്നെ അകറ്റിയത് അവളാ. ഒടുവിൽ അവള് തന്നെ എന്നെ വിട്ടു പോവുക. പെട്ടെന്ന് തനിച്ചായപ്പോ മീരെ എന്റെ കൂടെ വരാം, എങ്ങോട്ടെങ്കിലും. ഉണ്ണിയോട് എനിക്ക് പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട്, സങ്കടം തോന്നിയിട്ടുണ്ട്.
എത്രയോ തവണ ഉണ്ണി എന്നെ വിളിക്കാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നറിയോ? ഇപ്പൊ വളരെ വൈകിപ്പോയി ഉണ്ണി, വളരെ. മുമ്പ് ഉണ്ണി പിന്തിരിപ്പിച്ച എന്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും കാരണം. സാറിനോട് ഞാൻ സംസാരിച്ചു നോക്കാം. ഉണ്ണിയെ കാണുമ്പോ അച്ഛൻ കുറ്റബോധം കൊണ്ട് കരയും. പക്ഷേ ഒരക്ഷരം. വരൂ ഉണ്ണി. രണ്ടു വർഷം മുമ്പ് പെട്ടെന്ന് തളർന്നു വീണു. 3 മാസം ബോധമില്ലാതെ കിടന്നു. പിന്നെ ഈ കിടപ്പ. സംസാരിക്കില്ല. ഉള്ളി ചിലപ്പോ തിരിച്ചറിയുന്നുണ്ടാവാം. അച്ഛാ, ഇതാരാന്ന് മനസ്സിലായോ? നമ്മുടേതൊരു വല്ലാത്ത വിധിയാ. എന്നും മീനാക്ഷി അച്ഛനും നമുക്കിടയിൽ. വിടാതെ, എങ്ങോട്ടും വിടാതെ. ഈ അച്ഛനെ വിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും? വേണ്ട, ഞാൻ വന്നില്ലെന്ന് വിചാരിച്ചോളൂ. കോളേജിൽ പഠിക്കുന്നവരാന്നാ തോന്നുന്നേ. ആണിനെയും പെണ്ണിനെയും ഒന്നും കണ്ടാ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഞാനാ വഴി കാണിച്ചു കൊടുത്തേ. എപ്പോഴാ? കൊറേ നേരമായോ? പിന്നില്ലയോ, അവരൊക്കെ ഇവിടുന്ന് വരുന്ന ചേട്ടാ. എന്താ? അല്ല, വേഷവും പകട്ടവും കണ്ട കളർ ടിവിന്ന് ഇറങ്ങി വരാതെ തോന്നൂ. ഇയാളോടെ പോവാ? ചൂണ്ടാൻ. എന്റെ ബോസ് ഇപ്പൊ എന്നോട് സംസാരിക്കാറേ ഇല്ല. സൂസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ് വരട്ടിയാ തലയൂരിയത്. ഞങ്ങൾ ഇപ്പൊ വിമൻസ് ക്ലബിന്റെ ഹോസ്റ്റലാ താമസം. താനും പോരെ. അതിനും മീനുന് നിർമ്മലാന്റെ കൂടെ താമസിക്കൂടെ? ഹലോ, ഇങ്ങോട്ട് വാ. ശകലം ബോധ്യേറ്റ് പോ. ബിജു വിട്ടുകളാ, നമുക്ക് തിരിച്ചു പോവാം. മെയിനായിട്ട് ഒരു പേടി നോക്ക്. ഞണ്ട് കറി ഉണ്ടോ? ഞണ്ടും കരിമീനും തവളക്കാലും തരാം. ഇങ്ങോട്ട് കയറി വാ. അയ്യോ ദേ വേണ്ട കേട്ടോ, നമുക്ക് തിരിച്ചു പോവാം. വലിയ ഗമ അടിക്കുന്ന മീനിന്റെ മട്ട് മാറുന്നുണ്ടോ? ചേട്ടത്തിനെ പേടിച്ചാണെങ്കിൽ താൻ പോയിക്കോ, ഞങ്ങൾ കയറും. ട്രീസയുടെ ക്യാമറ ചലിക്കട്ടെ. എല്ലാവരും ഫ്രെയിമിൽ വേണം. അത് ബുദ്ധിമുട്ടാണ്. എന്നാ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി. ക്യാമറ ചലിച്ചു, മുന്നോട്ട് വരട്ടെ. ഇതവിടെ ഒരു കുഴിയുണ്ട്. കുഴി മോന്തയിലേക്ക് വരട്ടെ. മോന്തയിൽ നിന്ന് ആടിലേക്ക് പോട്ടെ. ആടിൽ നിന്ന് ഷാപ്പിലേക്ക്, നേരെ ഷാപ്പിലേക്ക് പോട്ടെ. ഒന്ന് പെട്ടെന്ന് വേണം. കുറച്ചുകൂടി സ്പീഡിൽ വരാം. വരട്ടെ വരട്ടെ. അവിടെ നിൽക്കട്ടെ. നഗരത്തിലെ ചള്ള് ബാറല്ല ഇത്, കേരളത്തിന്റെ തനതായ ഷാപ്പാണ്. ഈ ചേട്ടനാണ് നമുക്ക് വേണ്ടി. ബോർഡിലേക്ക് പോട്ടെ. ബോർഡില്ലേ? ഇനി ക്യാമറ This is natural ring of Kerala with the natural people. 1 minute, but it's naturally adulterated. Mean. ബാക്കി ഭാഗം വെള്ളിത്തിരയിൽ. നല്ല കള്ള അടിച്ചു. ഹലോ, എവിടെന്നാ? ഇരുന്നാട്ടെ. പ്ലീസ് കം, നമുക്ക് പോവാന്നേ. ഒന്നും കഴിക്കുന്നില്ലേ? പ്ലീസ് നമുക്ക് പോവാം. പ്ലീസ് കം ഹിയർ, നമുക്ക് പോവാം. കള്ളു ഷാപ്പല്ലേ? അതേലോ, ഒരു 2 കുപ്പികൾ പോരട്ടെ? മീനാക്ഷി, എന്ത് തെമ്മാടിത്തരേ കാണിക്കണേ?
നല്ല പരിചയമുണ്ടല്ലോ. ഇത് നമ്മുടെ ഉണ്ണിയുടെ മകളല്ലയോ? പെണ്ണൊരുമ്പെട്ട മുടിയത്തേ ഉള്ള ചേട്ടത്തിന്റെ മുഖത്ത് നീ കരി തേക്കും അല്ലേ? വീട്ടിലേക്ക് വരാം. വീട്ടിലേക്ക് വരാം. മീനാക്ഷി, ചേട്ടത്തെ വിടാൻ. എന്നോട് കണ്ടുവെച്ചത്. വിടാൻ. വിടാൻ. എടീ, നിനക്കൊക്കെ വേണ്ടിയടി ഞാൻ ഇവളെ കൊല്ലുന്നത്. പോടി, പൊയ്ക്കോ. എവിടെയെങ്കിലും പോയി ചത്തുതൊല. പലപത്രൂകി എന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടതിനെ ചുട്ട് ചാമ്പലാക്കും. പോടി. ഞാൻ പറയുന്നത് കേട്ടില്ല ചേട്ടാ. വിടില്ലേ?